ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷേ ഈ ഡോക്യുമെന്റ്സിലെല്ലാം ഇവൻ ഒപ്പിടേണ്ടി വരും. നീ എന്നെ പേടിപ്പിക്കുന്ന നമ്മൾ കൊടുക്കുന്ന പരാതിക്ക് ടിഷ്യൂ പേപ്പറിന്റെ വില പോലും കാണിക്കില്ല. തന്റെ ഇടമാണിത്. പണവും സ്വാധീനവും അധികാരവും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പെണ്ണിന്റെ പൂണ്ട് വിളയാടല്. അത് അവസാനിപ്പിക്കാൻ പോലീസിനെ കൊണ്ടല്ല, നല്ല ഒന്നാം തരം ആൺകരുത്ത് കൊണ്ടേ സാധിക്കൂ. അവളുടെ കാരണം നോക്കി പൊട്ടിക്കാൻ ചങ്കുറപ്പുള്ള ഒരു ആണൊരുത്തനെ കൊണ്ട്. അതിനൊരാൾ പോയിട്ടുണ്ട്. അവൾ ഏത് മാളത്തിലും നമ്മുടെ കുട്ടികളെ കൊണ്ട് ഒളിപ്പിച്ചാലും എന്റെ വിഷ്ണുവേട്ടൻ കുട്ടികളെയും കൊണ്ടേ വരൂ. എനിക്ക് ഉറപ്പുണ്ട്. അമ്മ സമാധാനമായിട്ടിരിക്കെ. മക്കൾക്ക് ഒരാപത്തും വരില്ല. അമ്മ തിരിവെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചില്ലേ? അത് മതി കുട്ടികളെ രക്ഷിച്ച് വിഷ്ണുവേട്ടൻ ഇവിടെ കൊണ്ടുവരാനുള്ള ശക്തി നൽകാൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ്. രോഹിത് ശ്യാമയുടെ പേർക്ക് ആ വീട് എഴുതി വെച്ചിരിക്കുകയാണ്. എന്നാൽ അത് പക്ഷേ രജിസ്റ്റർ ചെയ്തിട്ടില്ല. നോക്കാൻ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? എന്റെ മോളെവിടെ? കുട്ടികളെയൊക്കെ തരാം. അതിനു മുമ്പ് നമ്മൾ തമ്മിൽ ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഇല്ലേ? അക്കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതല്ലേ? അതെന്ത് നന്ദിയില്ലാത്ത വർത്താനോടാ നീ പറഞ്ഞത്? നിന്നെ വിശ്വസിച്ചല്ലേ ആ വീടും പറമ്പ് നിന്റെ പേരിൽ എഴുതി തന്നത്? എപ്പോ വേണേലും തിരിച്ചെഴുതി തരാന്ന് വാക്കാലും നമ്മൾ കരാറും ഉണ്ടാക്കിയതാ. വാക്കല്ലേ, അതൊക്കെ പ്രാവർത്തികമാക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അപ്പൊ നടക്കുന്ന പല കാര്യങ്ങളും ഞങ്ങളും അങ്ങ് ചെയ്യും. അതൊക്കെ നീ സഹിച്ചോണം. നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് കുട്ടികളെ ദയവ് ചെയ്ത് വലിച്ചഴക്കരുത്. അത് ന്യായം. പക്ഷേ അതിലേക്ക് കടക്കണമെങ്കിൽ ചില മര്യാദകൾ നീ ഞങ്ങളോട് കാണിക്കണം. അതെന്താണെന്ന് ഞാൻ പറയാൻ നിനക്കറിയാമല്ലോ. രോഹിത്തെ, വളച്ചു കെട്ടില്ല, അത് കാര്യം അങ്ങ് പറയാം. കുട്ടികളെ വിട്ടുകിട്ടണമെങ്കിൽ നിന്റെ പേരിൽ എഴുതി തന്ന വീടും പറമ്പും തിരിച്ചെഴുതി തരണം. ഇല്ലെങ്കിൽ കുട്ടികളെ പിന്നെ നീ കാണില്ല. അതെ, ഇത് ചുമ്മാ പറയുന്നതല്ല. അങ്ങനെ നീ കരുതും വേണ്ട. ശരി, സമ്മതിച്ചു, ഞാൻ ഒപ്പിടാം. പക്ഷെ അതിനു മുമ്പ് എന്റെ ഇടവും വല്ല എന്റെ കുട്ടികൾ വേണം. ഇവൻ ഒരു നടക്ക് പോകുന്ന ലക്ഷണം ഇല്ല. അവരില്ലാതെ ഞാൻ ഒപ്പിടില്ല. നീ എന്താ ആളെ കൊച്ചാക്കുകയാണോ? ഞങ്ങൾ ഇവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞാലേ നിന്റെ കൊച്ചുങ്ങള് കായൽ പരപ്പിൽ ഒഴുകി നടക്കണോ? കുട്ടികളെ
രക്ഷകൻ എത്തിയല്ലോ. വന്നിരിക്കുന്നത് കുട്ടികളെ രക്ഷിക്കാനോ അതോ ഇവനെ രക്ഷിക്കാനോ? രണ്ടായാലും കാര്യം നടക്കാൻ പോകുന്നില്ല. വന്നിരിക്കുന്നത് വിഷ്ണുവാ. ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിയിട്ടേ വിഷ്ണു ഇവിടുന്ന് പോവൂ. കുട്ടികളെവിടെ? കുട്ടികളെവിടെ? നീ നടത്തിയിട്ടേ പോകുന്ന വീമ്പളക്കിയതല്ലേ? നടത്തടാ, നടത്തി കാണിക്ക്. അതേടാ, നടത്തി കാണിക്കണം. ഏയ്, പൊന്നെ, വിഷ്ണു! നീ എന്റെ പിള്ളേരെ നീ ഉദ്ദേശിച്ച ആരും ഇവിടെ ഇല്ല. പക്ഷേ ഞാൻ പറയുന്നത് അനുസരണയോടെ കേട്ട് നിനക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ നിന്റെ കുട്ടികൾ താനെ നിന്റെ മുന്നിലേക്ക് വരും. പക്ഷെ ഈ ഡോക്യുമെന്റ്സിലെല്ലാം ഇവൻ ഒപ്പിടേണ്ടി വരും. നീ എന്നെ പേടിപ്പിക്കുന്ന, നീ എന്നെ പേടിപ്പിക്കുന്ന. വേണ്ട, കുട്ടികളെ വെച്ച് വില പേശണ്ട. എവിടെ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തന്നേക്കാം. എനിക്കൊന്നും വേണ്ട, എനിക്കെന്റെ കുടുംബം മതി. എല്ലാം ഞാൻ ഒപ്പിട്ട് കൊടുത്തേക്കാം. ഇവിടെ നീ ഇവിടെ വാക്കേട്ടോ? ഇവിടെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതാ. വേണ്ട, പപ്പി സത്യം, അവരുടെ ജീവൻ. ഞാൻ ഒരുപാട് തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും മാപ്പ്. ഇനിയൊരു പക്ഷെ എനിക്കിത് പറയാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാനിപ്പോ പറയുന്നത്. ഇവിടെയൊക്കെ ഞാൻ ഒപ്പിട്ട് തരേണ്ടത് പറയേ. ഇത് രജിസ്റ്റർ ആക്കി കഴിയുമ്പോ കുട്ടികൾ നിങ്ങളുടെ അടുത്ത് സുരക്ഷിതമായി തിരിച്ചെത്തും. നീ ഇപ്പൊ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങും. കുട്ടികൾ ഞങ്ങളടുത്ത് സുരക്ഷിതമായിരിക്കും. അപ്പോ നാളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കാണാം.